ന്യൂസ് 1 മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസിന്റെ പെരുമാറ്റം നന്നാക്കണമെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ്. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ മനുഷ്യാവകാശ ലംഘനം പാടില്ലെന്നും നിർദ്ദേശം. ഒമാനിൽ പ്രവാസികളുടെ മാതാപിതാക്കൾക്ക് വിസ നൽകുന്നത് നിർത്തിവെച്ചുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് റോയൽ ഒമാൻ പോലീസ്. വിസ കാലാവധി 3 വർഷമായി ദീർഘിപ്പിക്കാനോ വിസ ചാർജ് വർദ്ധിപ്പിക്കാനോ തീരുമാനിച്ചിട്ടില്ലെന്ന് അധികൃതർ. സ്വദേശിവൽക്കരണ തോത് ഉയർത്താൻ സൗദി അറേബ്യയിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. വീട്ടിലിരുന്ന് ചെയ്യാവുന്ന വിദൂര നിയമന പദ്ധതി നടപ്പിലാക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം. കൃത്രിമ നിയമനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതരുടെ മുന്നറിയിപ്പ്. കൊച്ചി LNG ടെർമിനൽ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ടെർമിനൽ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാനുള്ള സഹായം കേന്ദ്രം നൽകുമെന്ന് പ്രധാനമന്ത്രി. പദ്ധതി കേരളത്തെ നിക്ഷേപ സൗഹൃദമാക്കുമെന്നും മൻമോഹൻ സിംഗ്. പാചകവാതക സബ്സിഡി സംബന്ധിച്ച് ആശയക്കുഴപ്പം തുടരുന്നു. ബാങ്ക് അക്കൗണ്ടിൽ ആധാർ ചേർക്കാത്തവർക്ക് സബ്സിഡി നൽകാനാവില്ലെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനിയായ BPCL. 2 മാസം സാവകാശമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശം തള്ളി. സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം കൂട്ടില്ല എന്ന് മന്ത്രി വീരപ്പ മൊയ്ലി. വിശദമായ വാർത്തകളിലേക്ക്. പോലീസിന്റെ പെരുമാറ്റം നന്നാക്കണമെന്ന് കുവൈത്ത് ആഭ്യന്തര മന്ത്രാലയം. മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ മനുഷ്യാവകാശ ലംഘനം പാടില്ലെന്നും നിർദ്ദേശം നൽകി. പൊതുസ്ഥലങ്ങളിൽ സുരക്ഷാ ഡ്യൂട്ടി നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥരെക്കുറിച്ച് പരാതി വ്യാപകമായതിനെ തുടർന്നാണ് ആഭ്യന്തര മന്ത്രാലയം വിഷയം ഗൗരവമായെടുത്തത്. പല ഉദ്യോഗസ്ഥരും ക്രമസമാധാന പാലനം മുഖ്യമായി കാണാതെ ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു ആക്ഷേപം. ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് അൽ ഖാലിദ് അൽ സബാഹ് ഉത്തരവിട്ടതായി മന്ത്രാലയത്തിലെ ഇൻസ്പെക്ഷൻ ആൻഡ് സർവൈലൻസ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബ്രിഗേഡിയർ ഷിഹാബ് അൽ ഷിമരി അറിയിച്ചു. ഷോപ്പിംഗ് കേന്ദ്രങ്ങൾ, പാർക്കുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രമസമാധാന പാലനവും ട്രാഫിക് നിയന്ത്രണവും മേലുദ്യോഗസ്ഥർ നിർദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ നിർവഹിക്കണമെന്നാണ് ആഭ്യന്തര മന്ത്രാലയം നൽകിയിരിക്കുന്ന കർശന നിർദ്ദേശം. നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന നിരീക്ഷണത്തിന് മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഗാസി അൽ ഉമർ നേരിട്ട് മേൽനോട്ടം വഹിക്കുമെന്നും ഷിഹാബ് അൽ ഷിമരി വ്യക്തമാക്കി. മന്ത്രാലയത്തിന്റെ പ്രതിച്ഛായക്ക് കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ശിക്ഷാ നടപടികളുണ്ടാകും. ഇവർക്കെതിരെ കേസെടുക്കുകയും ആവശ്യമെങ്കിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. വിവിധ കേസുകളിൽ കസ്റ്റഡിയിലെടുക്കപ്പെടുന്നവരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താനും ആഭ്യന്തര മന്ത്രാലയം ശ്രമിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഹുറൂബ് രജിസ്റ്റർ ചെയ്യുന്ന പ്രവണത നിയന്ത്രിക്കാൻ സൗദി തൊഴിൽ മന്ത്രാലയം നീക്കം ആരംഭിച്ചു. തൊഴിലുടമയിൽ നിന്ന് ഒളിച്ചോടുന്ന തൊഴിലാളിക്ക് കടുത്ത ശിക്ഷയും പിഴയും നൽകാനും ആലോചനയുണ്ട്. സൗദി അറേബ്യയിൽ 5,25,301 ഹുറൂബുകാരുണ്ടെന്ന് തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്താകെയുള്ള 72,43,107 വിദേശി തൊഴിലാളികളിൽ 7.25% മന്ത്രാലയം പുറത്തുവിട്ട പ്രസ്താവനയിൽ പറയുന്നു. നിത്താക്കാത്ത് വ്യവസ്ഥയുടെ പുതിയ ഘട്ടമെന്ന നിലക്കാണ് ഹുറൂബ് രജിസ്റ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലുള്ള നീക്കത്തിന് മന്ത്രാലയം നടപടി ആരംഭിച്ചത്. ഇതനുസരിച്ച് സ്ഥാപനത്തിലെ ആകെയുള്ള തൊഴിലാളികളുടെ 10% ഹുറൂബ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം സ്ഥാപനത്തിന് നിത്താക്കാത്ത് വ്യവസ്ഥയനുസരിച്ച് മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിസയുടെ എണ്ണത്തിൽ കുറവ് വരും. നിത്താക്കാത്ത് വ്യവസ്ഥയിൽ സ്ഥാപനം പച്ചഗണത്തിലേക്ക് വരാൻ സ്ഥാപന ഉടമകൾ ജോലിക്കാരെ ഹുറൂബാക്കി രജിസ്റ്ററിൽ നിന്ന് ഒഴിവാക്കാൻ തൊഴിൽ മന്ത്രാലയത്തോട് ആവശ്യപ്പെടുന്നുണ്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു. ഇതനുസരിച്ച് തൊഴിലാളികളുമായുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഹുറൂബ് രജിസ്റ്റർ ചെയ്യുന്നത് മന്ത്രാലയം കുറ്റകരമായി ഗണിക്കും. കൂടാതെ സ്ഥാപനത്തിൽ നിന്ന് തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ മോശമായതിനാൽ യഥാർത്ഥത്തിൽ തൊഴിലാളി ഒളിച്ചോടുന്ന സാഹചര്യത്തിൽ സേവന വേതന വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ മന്ത്രാലയം സ്ഥാപനത്തിൽ സമ്മർദ്ദം ചെലുത്തും. 6 മാസത്തിനകം സ്ഥാപനത്തിലെ 10% ജോലിക്കാർ ഹുറൂബായി രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ നിത്താക്കാത്ത് വ്യവസ്ഥ അനുസരിച്ച് സ്ഥാപനത്തിന് ലഭിക്കേണ്ട വിസയുടെ എണ്ണത്തിൽ ഓരോ ഹുറൂബിനും ഓരോ വിസ വീതം കുറയും. 10% ഹുറൂബ് 1 വർഷത്തിനുള്ളിലാണെങ്കിൽ ഓരോ ഹുറൂബിനും 1 വിസ വീതം റദ്ദ് ചെയ്യുമെന്നും മന്ത്രാലയം വിശദീകരിച്ചു. സൗദിയുടെ വിവിധ മേഖലകളിൽ രേഖപ്പെടുത്തിയ ഹുറൂബിന്റെ ശതമാനം വിവിധ അളവിലാണെന്നും മന്ത്രാലയം പുറത്തുവിട്ട കണക്കിൽ പറയുന്നു. ഏറ്റവും കൂടുതൽ ഹുറൂബ് രേഖപ്പെടുത്തിയത് അൽ ഖസീം മേഖലയിലെ സുൽഫിയിലാണ്, 11.17%. തൊഴിലുടമയിൽ നിന്ന് ഒളിച്ചോടുന്ന തൊഴിലാളിക്ക് കടുത്ത ശിക്ഷയും പിഴയും നൽകുന്നതിനെക്കുറിച്ചും മന്ത്രാലയം ആലോചിക്കുന്നുണ്ട്. ഉടമയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഓരോ ദിവസത്തിനും 50 റിയാൽ വീതം പിഴ ചുമത്താനും രാജ്യം വിടുന്ന സമയത്ത് ഉടമയിൽ നിന്ന് ക്ലിയറൻസ് സാക്ഷ്യപത്രം ഹാജരാക്കാനും മന്ത്രാലയം ആവശ്യപ്പെട്ടേക്കും. കൂടാതെ തൊഴിലാളിയെ റിക്രൂട്ട് ചെയ്ത രാജ്യത്തിനെതിരെയും മന്ത്രാലയം നടപടി സ്വീകരിക്കും. ഒളിച്ചോടുന്ന തൊഴിലാളികളെ കയറ്റി അയക്കാൻ സൗദി അറേബ്യ വർഷത്തിൽ 1.8 ബില്യൺ റിയാൽ ചെലവഴിക്കുന്നുണ്ടെന്നാണ് കണക്ക്. അസ്ഹർ പുളിയിൽ, മീഡിയ 1, റിയാദ്.
ഒമാനിൽ പ്രവാസികളുടെ മാതാപിതാക്കൾക്ക് വിസ നൽകുന്നത് നിർത്തിവെച്ചു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. വിസ കാലാവധി 3 വർഷമായി ദീർഘിപ്പിക്കാനോ വിസ ചാർജ് വർദ്ധിപ്പിക്കാനോ തീരുമാനിച്ചിട്ടില്ലെന്നും അധികൃതർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് ചില മലയാള മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റിദ്ധാരണ പരത്തുന്ന പശ്ചാത്തലത്തിലാണ് ആർഒപിയുടെ വിശദീകരണം. മതിയായ രേഖകളില്ലാത്ത വിസ അപേക്ഷകൾ മാത്രമാണ് നിരസിക്കുന്നതെന്നും മറിച്ചുള്ള വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും ഔദ്യോഗിക ദിനപത്രമായ ഒബ്സർവർ റിപ്പോർട്ട് ചെയ്തു. ബഹ്റൈൻ രാജാവ് ഷെയ്ഖ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ, UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും കഴിഞ്ഞ ദിവസം UAE സന്ദർശനത്തിയ ബഹ്റൈൻ രാജാവ് നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി പ്രമുഖർ പങ്കെടുത്തു. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി മുഖം മിനുക്കുന്നു. അക്രമങ്ങൾക്കിരയാവുന്ന പൗരന്മാർക്കായി ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിച്ചതിന് പുറമെ ജനസമ്പർക്കം സജീവമാക്കാൻ എംബസി ഫേസ്ബുക്ക്, ട്വിറ്റർ അക്കൗണ്ടുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളിൽ കുവൈത്തിലെ ഇന്ത്യൻ എംബസി തണുപ്പൻ സമീപനം കാണിക്കുന്നു എന്ന പരാതി കുറെ കാലമായി ഉയരുന്നതാണ്. പ്രവാസികളെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പോലീസ് റെയ്ഡും നാടുകടത്തലും വ്യാപകമായ സമയത്ത് സ്ഥാനപതി അവധിയിൽ പോയത് ഏറെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരുന്നു. നൂറുകണക്കിന് ഇന്ത്യക്കാർ എംബസി പരിസരം ഉപരോധിച്ച സംഭവവും ഇക്കാലത്തുണ്ടായി. അംബാസഡറെ മാറ്റണം എന്നാവശ്യപ്പെട്ട് പ്രവാസി നേതാക്കൾ കേന്ദ്ര സർക്കാരിന് നിവേദനമയച്ച സാഹചര്യം വരെയുണ്ടായി. സതീഷ് സി മെഹ്ത സ്ഥലം മാറിപ്പോവുകയും പകരം സുനിൽ ജെയിൻ സ്ഥാനപതിയായി ചാർജ് എടുക്കുകയും ചെയ്തതോടെ എംബസിയുടെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുവൈത്തിലെ ഇന്ത്യക്കാർ. ഇന്ത്യക്കാർക്കു നേരെയുണ്ടായ അതിക്രമവും പിടിച്ചുപറിയും അപ്പോൾ തന്നെ FIR സഹിതം എംബസിയെ അറിയിച്ചാൽ നടപടിക്കായി കുവൈത്ത് അധികൃതരിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന അറിയിപ്പിലൂടെയായിരുന്നു ജനകീയവൽക്കരണത്തിന് എംബസി തുടക്കമിട്ടത്. ജനങ്ങളുടെ പ്രശ്നങ്ങളെ അടുത്തറിയുക എന്ന ഉദ്ദേശത്തോടെ ഫേസ്ബുക്ക്, ട്വിറ്റർ അക്കൗണ്ടുകൾ ആരംഭിച്ചിരിക്കുകയാണ് കുവൈത്തിലെ ഇന്ത്യൻ എംബസി. ഫേസ്ബുക്കിലൂടെയും ട്വിറ്ററിലൂടെയും എംബസിയുമായി ബന്ധപ്പെടാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ അറിയിക്കാനും ഇത് സംബന്ധിച്ച പത്രക്കുറിപ്പിൽ പറയുന്നു. ഏറ്റവും ഒടുവിൽ പ്രവാസി കൂട്ടായ്മകളുടെ പൊതുപരിപാടികൾക്കായി എംബസി ഓഡിറ്റോറിയം അനുവദിക്കാമെന്ന തീരുമാനവും പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ പുതുതായിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ വളരെ നല്ലൊരു പോസിറ്റീവ് സൈനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങിയതാണെങ്കിലും ട്വിറ്റർ തുടങ്ങിയതാണെങ്കിലും അതുപോലെ തന്നെ മുൻ നിലപാടുകളിൽ നിന്ന് വളരെ നല്ലൊരു പോസിറ്റീവായൊരു മാറ്റമാണ് ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത്. മീഡിയ 1 കുവൈറ്റ് സിറ്റി. ഊർജ്ജ വിനിയോഗ നിർവഹണത്തിൽ ഖത്തർ മുൻപന്തിയിലെന്ന് റിപ്പോർട്ട്. ആഗോള ഗവേഷക കമ്പനിയായ MGI ആണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തുവിട്ടത്. MGI റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്താണ് ഖത്തർ. ഊർജ്ജ സമ്പത്ത് വളരെ ക്രിയാത്മകമായും സാമ്പത്തിക വളർച്ചയ്ക്ക് അനുഗുണമായും ഉപയോഗിക്കാൻ ഖത്തറിന് കഴിഞ്ഞുവെന്ന് റിപ്പോർട്ട് പറയുന്നു. $1.5 ബില്യൺ മുതൽ മുടക്കിൽ ദോഹയിൽ പോലീസ് കോളേജ് വരുന്നു. സ്ഥാപനത്തിന്റെ നിർമ്മാണത്തിനായി ആഭ്യന്തര മന്ത്രാലയം അന്താരാഷ്ട്ര കമ്പനിയുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. അത്യാധുനിക സംവിധാനത്തോടെയുള്ള പോലീസ് കോളേജാണ് ദോഹയിൽ നിർമ്മിക്കാൻ പോകുന്നത്. ബ്രിഗേഡിയർ അബ്ദുള്ള അസീസ് അബ്ദുള്ള അൻസാരിയാണ് ആഭ്യന്തര മന്ത്രാലയത്തിനു വേണ്ടി കരാറിൽ ഒപ്പുവെച്ചത്. പുതിയ സ്ഥാപനത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുന്നതുവരെ നിലവിലുള്ള പോലീസ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ കോളേജ് തുടരുമെന്ന് അബ്ദുള്ള അൻസാരി വ്യക്തമാക്കി. മറ്റുള്ള രാജ്യങ്ങളിലെ സ്ഥാപനങ്ങളുടെ രൂപകൽപ്പന പഠിച്ചതിനു ശേഷം ദോഹ പോലീസ് കോളേജിന്റെ നിർമ്മാണം ആരംഭിക്കും. 9 ലക്ഷം സ്ക്വയർ മീറ്ററിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജ് ഷൂട്ടിംഗ് റേഞ്ച്, കുതിര ട്രാക്ക്, സ്പോർട്സ് കോംപ്ലക്സ്, ലൈബ്രറി, കൺവെൻഷൻ ഹാൾ എന്നിവ പുതിയ കോളേജിലുണ്ടാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. നിയമത്തിലും പോലീസ് സയൻസിലുമുള്ള 4 വർഷത്തെ ബാച്ചിലർ ഡിഗ്രിയാണ് കോളേജിൽ വിദ്യാർത്ഥികൾക്കായി നൽകുന്നതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. റമീസ് ചാത്തിയാറാം, മീഡിയ 1, ദോഹ. സൗദി അറേബ്യയിൽ സ്വദേശിവൽക്കരണ തോത് ഉയർത്താൻ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. വീടുകളിലിരുന്ന് ജോലി ചെയ്യാവുന്ന വിദൂര നിയമന പദ്ധതി നടപ്പിലാക്കാൻ തൊഴിൽ മന്ത്രാലയം തീരുമാനിച്ചു. പദ്ധതി ഉടൻ പ്രഖ്യാപിക്കുമെന്ന് സൗദി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിവിധ ലോകരാജ്യങ്ങളിൽ നിലവിലുള്ള ഓഫീസിൽ ഹാജരാകാതെ തന്നെ തൊഴിലെടുക്കാവുന്ന സംവിധാനമാണ് സൗദി തൊഴിൽ മന്ത്രാലയം നടപ്പിലാക്കാൻ ആലോചിക്കുന്നത്. വീടുകളോ വിദൂര തൊഴിലിടങ്ങളോ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യാവുന്ന രീതിയിലുള്ള പദ്ധതി ചില നിയന്ത്രണങ്ങളോടെയാണ് നടപ്പിലാക്കുക. വാർത്താവിതരണം, ട്രാവൽ ഏജൻസി, വിവരസാങ്കേതിക രംഗം, ഇന്റർനെറ്റ് മാർക്കറ്റിംഗ്, ട്രാൻസ്ലേഷൻ, കസ്റ്റമർ സർവീസ്, മാധ്യമരംഗം, പരസ്യകല, സാമൂഹ്യ സേവനം തുടങ്ങിയ മേഖലകളിലാണ് വിദൂര തൊഴിൽ പദ്ധതി നടപ്പിലാക്കുക. പാർട്ട് ടൈമായും ഫുൾ ടൈമായും ജോലിക്കാരെ നിയമിക്കാം. പദ്ധതിയിൽ സ്വദേശി വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകും. ഇതുവഴി സ്ഥാപനങ്ങൾക്ക് സൗദിവൽക്കരണ നിരക്ക് വർദ്ധിപ്പിക്കാനും കഴിയും. 18നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ മാത്രമേ ജോലിക്ക് വെക്കാൻ അനുവദിക്കുകയുള്ളൂ. ഒരു വികലാംഗന് നിയമനം നൽകിയാൽ 4 സ്വദേശികളെ നിയമിച്ചതായി പരിഗണിക്കും. ഇവർക്ക് ചുരുങ്ങിയത് 3000 റിയാൽ ശമ്പളം നൽകണം. വിദൂര പദ്ധതി പ്രകാരമുള്ള നിയമനം നിതാക്കാത്ത് പ്രകാരമുള്ള എക്സലന്റ് കാറ്റഗറിയിലെ മൊത്തം ജീവനക്കാരുടെ 15% കൂടാൻ അനുവദിക്കില്ല. പച്ച കാറ്റഗറിയിലെ 10%ലും മഞ്ഞ കാറ്റഗറിയിൽ 5%ലും കൂടാൻ പാടില്ല.
അതേസമയം ഈ നിയമത്തിന്റെ മറപിടിച്ച് സ്വദേശിവൽക്കരണ തോത് ഉയർത്താനും മറ്റുമായി കൃത്രിമ നിയമനം നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പദ്ധതിയുടെ കരടിൽ പറയുന്നു. മീഡിയ 1 ജിദ്ദ. കുവൈത്ത് തൊഴിൽ സാമൂഹ്യക്ഷേമ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടിക്ക് വകുപ്പ് മന്ത്രിയുടെ ശുപാർശ. മന്ത്രാലയത്തിന് കീഴിൽ നടന്നുവരുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയെന്നാരോപിച്ചാണ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറിക്കും ഒരു കൂട്ടം ഉദ്യോഗസ്ഥർക്കുമെതിരെ മന്ത്രി ദിക്ര അൽ റഷീദി പ്രോസിക്യൂഷനെ സമീപിച്ചിരിക്കുന്നത്. മന്ത്രാലയത്തിലെ സാങ്കേതിക വിഭാഗവുമായി കൂടിയാലോചിക്കാതെ ഉദ്യോഗസ്ഥർ തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിനാൽ പദ്ധതി നടത്തിപ്പിൽ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായതായി അന്വേഷണ കമ്മിറ്റി നേരത്തെ കണ്ടെത്തിയിരുന്നു. ഖത്തറിലെ സ്വകാര്യ ക്ലിനിക്കുകളും ഏപ്രിൽ മാസം മുതൽ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിൽ വരുമെന്ന് അൽ വഖ്ദ മെഡിക്കൽ കോംപ്ലക്സ് തലവൻ ഡോക്ടർ ഫാദി മുറാദ് പറഞ്ഞു. പദ്ധതിയുടെ 2ാം ഘട്ടമാണ് ഏപ്രിൽ മാസം മുതൽ നടക്കുന്നത്. സ്വകാര്യ ക്ലിനിക്കുകൾ കൂടി പദ്ധതിയിൽ വരുന്നതോടെ രാജ്യത്തെ മുഴുവൻ പേരും ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കീഴിലാകും. സൗദിയിലെ പടിഞ്ഞാറൻ പ്രവിശ്യയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുന്നതിനും പരിഹാരം കാണുന്നതിനുമായി ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഓപ്പൺ ഹൗസ് നടന്നു. ഇന്ന് നടന്ന ഓപ്പൺ ഹൗസിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. നേരത്തെ തുറന്നു പോന്നിരുന്നതും എന്നാൽ സൗദിയിലെ നിതാഖാത്ത് ഇളവ് കാലത്തെ തുടർന്നുള്ള മറ്റു തിരക്കുകൾ കാരണം നിർത്തിവെച്ചിരുന്നതുമായ ഓപ്പൺ ഹൗസ് സംവിധാനമാണ് വീണ്ടും കോൺസുലേറ്റ് പുനരാരംഭിച്ചത്. പ്രവാസി ഇന്ത്യക്കാർക്ക് തങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളും കോൺസൽ ജനറൽ അടക്കമുള്ള അധികൃതരോട് നേരിട്ട് സമർപ്പിക്കാനും പരിഹാരം കാണുന്നതിനും ഓപ്പൺ ഹൗസ് സഹായകരമാണ്. ഇന്ന് രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 2 മണിവരെ കോൺസുലേറ്റിലെ പാസ്പോർട്ട് ആൻഡ് അറ്റസ്റ്റേഷൻ ഹാളിൽ നടന്ന ഈ വർഷത്തെ ആദ്യ ഓപ്പൺ ഹൗസിൽ 100 കണക്കിന് ആളുകൾ പരാതികൾ ബോധിപ്പിക്കാനെത്തിയിരുന്നു. എന്നാൽ മുൻ ഓപ്പൺ ഹൗസുകളെ അപേക്ഷിച്ച് പരാതിക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് അനുഭവപ്പെട്ടത്. സൗദിയിൽ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട ഇളവ് കാലാവധി ഇന്ത്യൻ സമൂഹം പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതിന്റെ തെളിവാണ് ഇപ്രാവശ്യത്തെ ഓപ്പൺ ഹൗസിലെ പരാതികളുടെ എണ്ണം കുറയാൻ കാരണമെന്ന് കോൺസുൽ ജനറൽ ഫൈസ് അഹമ്മദ് കിദ്വായി പറഞ്ഞു. ഇളവ് കാലാവധിക്ക് ശേഷം ഉണ്ടായ ഉറൂബ് കേസുകൾ സൗദി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്നാൽ ഡിപ്പോർട്ടേഷൻ സെന്ററിലെ തിരക്ക് കാരണവും ഹജ്ജ് ഉംറ വിസയിലെത്തി രാജ്യത്ത് അനധികൃതരായി തങ്ങുന്നവരെ കയറ്റി അയക്കുന്ന പ്രക്രിയ നടക്കുന്നതിനാൽ അതിനുശേഷം മാത്രമേ പുതിയ ഉറൂബുകാരുടെ കാര്യത്തിൽ പരിഹാരം കാണാൻ കഴിയൂ എന്ന മറുപടിയാണ് അധികൃതരിൽ നിന്നും ലഭിച്ചതെന്നും കോൺസുലർ ജനറൽ പറഞ്ഞു. Urup cases have come to light and still because we are asking the Tarheel authorities what has to be done for them. Now they are saying right now because of the huge rush they are only taking Hajj and Umrah overstayers. They are not taking other cases. ഓപ്പൺ ഹൗസിൽ പരാതി ബോധിപ്പിക്കാനെത്തിയവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് ജിദ്ദയിലെ മലയാളി സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകരും രംഗത്തുണ്ടായിരുന്നു. സാദിഖ് അലി തുവൂർ, മീഡിയ 1 ജിദ്ദ. ആഹാരം വിഷമുക്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സന്തോഷ വാർത്തയുമായി ഒരു പ്രവാസി മലയാളി. പഴങ്ങളിലെയും പച്ചക്കറികളിലെയും വിഷാംശം നീക്കുന്ന പ്രത്യേക ഔഷധക്കൂട്ടുമായാണ് കാഞ്ഞങ്ങാട് സ്വദേശി ഡോക്ടർ കെ മോഹനൻ രംഗത്തെത്തിയത്. പഴങ്ങളിലെയും പച്ചക്കറികളിലെയും വിഷാംശങ്ങൾ നീക്കുന്ന ഡിറ്റോക്സ് ഫ്രൂട്ട്സ് ആൻഡ് വെജ് എന്ന കണ്ടുപിടുത്തവുമായാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശി ഡോക്ടർ മോഹനൻ രംഗത്തെത്തിയത്. 26 ഔഷധികളും മറ്റ് 2 ജൈവച്ചേരുവകളും അടങ്ങിയ ഈ ഔഷധക്കൂട്ട് ഇലകൾ, പച്ചക്കറി, പഴങ്ങൾ എന്നിവയുടെ അകത്തും പുറത്തുമുള്ള വിഷം നീക്കം ചെയ്യാൻ സഹായിക്കുമെന്ന് വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടു. പഴങ്ങളും പച്ചക്കറികളും ഡിറ്റോക്സ് ഫ്രൂട്ട്സ് ആൻഡ് വെജ് ചേർത്ത ശുദ്ധജലത്തിൽ 3 മണിക്കൂർ ഇട്ടുവെക്കണം. ഇതോടെ മുഴുവൻ വിഷാംശവും വലിച്ചെടുത്ത് ലായനി കറുത്ത നിറമാകും. പിന്നീട് ശുദ്ധജലത്തിൽ കഴുകി അവ ഉപയോഗിക്കാം. 3 കിലോ വസ്തുക്കൾക്ക് 200 ഗ്രാം മരുന്നാണ് ചേർക്കേണ്ടത്. കീടനാശിനിയും രാസവളവും വഴി ഇവയിൽ കടന്നുകൂടിയ എല്ലാ വിഷാംശവും ഈ മരുന്ന് ആഗിരണം ചെയ്യുമെന്ന് നേച്ചുറോപ്പത്തായ മോഹനൻ പറയുന്നു. ആദിവാസി വൈദ്യന്മാർ മനുഷ്യ ശരീരത്തിൽ നിന്ന് പാമ്പ് വിഷം വലിച്ചെടുക്കുന്നതിന് സമാനമായ രീതിയിലാണ് ഔഷധക്കൂട്ട് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. 4.5 വർഷത്തെ ഗവേഷണങ്ങൾക്ക് ശേഷമാണ് ആയുർവേദ ഔഷധക്കൂട്ട് കണ്ടെത്തിയതെന്നും ഇതിന് അമേരിക്കയിലെ മാക്സ്വെൽ സ്റ്റാൻഡേർഡൈസേഷനിൽ പാറ്റന്റിന് അപേക്ഷിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മീഡിയ 1 ദുബായ്. കുവൈറ്റിൽ അടുത്ത 2 ദിവസങ്ങളിൽ മഴയുണ്ടാകുമെന്നും തണുപ്പ് കഠിനമാകുമെന്നും മുന്നറിയിപ്പ്. പ്രമുഖ ഗോളശാസ്ത്രജ്ഞൻ ഡോക്ടർ സാലിഹ് അൽ ഉജൈരിയാണ് മുന്നറിയിപ്പ് നൽകിയത്. 2 ആഴ്ചയ്ക്കുള്ളിൽ രാജ്യം അതിശൈത്യത്തിലേക്ക് പ്രവേശിക്കുമെന്നും താപനില 1 ഡിഗ്രി വരെയാകാൻ ഇടയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മസ്കത്തിലെ ഗാല വ്യവസായ മേഖലയിൽ ഇന്ന് രാവിലെയുണ്ടായ വൻ തീപിടുത്തത്തിൽ നിരവധി സ്ഥാപനങ്ങൾ കത്തിച്ചാമ്പലായി. കമ്പനികളും വെയർ ഹൗസുകളുമാണ് കത്തി നശിച്ചത്. ആളപായമുള്ളതായി റിപ്പോർട്ടില്ല. ദശലക്ഷക്കണക്കിന് റിയാലിന്റെ നഷ്ടം കണക്കാക്കുന്നു. സിവിൽ ഡിഫൻസിന്റെ 25 ഫയർ എഞ്ചിനുകൾ 10 മണിക്കൂർ നടത്തിയ പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രിച്ചത്. ഗത പ്ലാസ ഗ്രൂപ്പിന്റെ 4ാമത് സൂപ്പർ മാർക്കറ്റ് റിയാദ് നസീമിലെ സൂഖ് അൽ ഹിജബിൽ ചെയർമാൻ അബ്ദുറഹ്മാൻ അൽ ഉത്തൈബി ഉദ്ഘാടനം ചെയ്തു.
ഗ്രൂപ്പിന്റെ 15ാമത് സ്ഥാപനം നസീമിൽ ആരംഭിച്ചത്. ഭക്ഷ്യവിഭവങ്ങൾ, മൊബൈൽ, ഇലക്ട്രോണിക്സ്, കളിപ്പാട്ടങ്ങൾ തുടങ്ങി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളാണ് കൂടുതലും പ്ലാസ മാർക്കറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സൂപ്പർ മാർക്കറ്റ് 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കും. മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് കുഞ്ഞി, സാജ്ദീബ് അൽ ഉത്തൈബിക്, മുഹമ്മദ് ഹലീം, ഉമർ മുഹമ്മദ് അലി, ഹബീബ് കെവി തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പുതുവർഷം പ്രമാണിച്ച് ക്വാളിറ്റി ഹൈപ്പർ മാർക്കറ്റിൽ നിസാൻ പട്രോൺ പ്രമോഷൻ ആരംഭിച്ചു. ദോഹയിലെ സൽവ റോഡിലുള്ള ക്വാളിറ്റി ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും എയർപോർട്ട് റോഡിലുള്ള ക്വാളിറ്റി സെന്ററിൽ നിന്നും 50 റിയാലിന് മുകളിൽ സാധനങ്ങൾ വാങ്ങുന്നയാളിന് റാഫിൾ കൂപ്പൺ ലഭിക്കും. നറുക്കെടുപ്പിലൂടെ 2 നിസാൻ പട്രോളാണ് ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നത്. ഷാർജയിൽ സന്ദർശക വിസയിലെത്തിയ മലയാളി ഹൃദയാഘാതം മൂലം മരിച്ചു. കണ്ണൂർ മുട്ടം സ്വദേശിയും സോന മാർബിൾ പാർട്ട്ണറുമായ SKP മുഹമ്മദ് റിയാസ് ആണ് മരിച്ചത്. TC അബ്ദുള്ളയുടെയും SKP സുലൈമയുടെയും മകനാണ്. കുടുംബസമേതം UAE സന്ദർശിക്കാനെത്തിയതായിരുന്നു. ജസിയാണ് ഭാര്യ. ഹാനി, ഹാരിൻ എന്നിവർ മക്കളാണ്. ജിദ്ദ സമീക്ഷ സാഹിത്യവേദി അഖില സൗദി തലത്തിൽ നടത്തിയ ചെറുകഥാ മത്സരത്തിന്റെ വിജയികളെ പ്രഖ്യാപിച്ചു. റഹീം മോങ്ങം, നജീം കൊച്ചുകലുങ്ക്, ഫ്രീസിയ ഹബീബ് എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾക്ക് അർഹരായി. ജിദ്ദയിൽ നിന്നുള്ള 7ാം ക്ലാസ് വിദ്യാർത്ഥിനി EK നഫ്ല പ്രോത്സാഹന സമ്മാനത്തിന് അർഹയായി. സാഹിത്യകാരന്മാരായ S സിതാര, അബു ഇരിങ്ങാട്ടീരി, PJ ആന്റണി, മുസാഫിർ എന്നിവരാണ് വിധി നിർണയിച്ചത്. ഖത്തറിലെ അൽ ഷഹാനിയിൽ $1.2 മില്യൺ വിപുലമായ ഫാൽക്കൺ പക്ഷി കേന്ദ്രത്തിന് തുടക്കമായി. ഖത്തർ ചേംബറിന്റെ ചെയർമാനായ ഷെയ്ഖ് ഖലീഫ ബിൻ ജാസിം ബിൻ മുഹമ്മദ് അൽ താനിയാണ് ഫാൽക്കൺ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. 45 മീറ്റർ വീതിയും 30 മീറ്റർ നീളവുമുള്ള 4 മുറികളാണ് പക്ഷികളെ പാർപ്പിക്കാൻ നിർമ്മിച്ചിരിക്കുന്നത്. അന്തരീക്ഷ ഊഷ്മാവ് നിയന്ത്രിക്കാനായി 32 എയർ കണ്ടീഷണറുകൾ ഉൾപ്പെടെ അത്യാധുനിക സംവിധാനങ്ങളാണ് ഫാൽക്കണുകൾക്കായി പുതിയ കേന്ദ്രത്തിൽ ഒരുങ്ങുന്നത്. Al-Manama Business News brought to you by Al-Manama. Al-Manama Supermarkets. Moments of value shopping. ഇനി ഇന്നത്തെ സ്വർണ്ണവിലയും വിനിമയ നിരക്കും. ഇന്നത്തെ സ്വർണ്ണവില ജനങ്ങൾക്ക് വേണ്ടി ബാബി ആൻഡ് മാരഡോണ. പാചകവാതക വിലയിലെ ആശയക്കുഴപ്പം തീർന്നില്ല. ആധാർ കാർഡ് ബാങ്കുമായി ബന്ധിപ്പിക്കാത്തവർക്ക് സബ്സിഡി നൽകാനാവില്ലെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനിയായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ വ്യക്തമാക്കി. കാലാവധി നീട്ടിയ സർക്കാർ തീരുമാനം കമ്പനി തള്ളിയതോടെ ഉപഭോക്താക്കളും പ്രതിസന്ധിയിലായി. പാചകവാതക ഉപഭോക്താക്കൾക്ക് ആധാർ കാർഡ് ബന്ധിപ്പിക്കാൻ സാവകാശം അനുവദിച്ചിട്ടുള്ള സർക്കാർ ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്നാണ് BPCL കമ്പനിയുടെ വാദം. അതിനാൽ ആധാർ ബന്ധിപ്പിക്കാത്തവർ ഉയർന്ന തുക നൽകണം. അർഹരായവർക്ക് സബ്സിഡി ബാങ്ക് അക്കൗണ്ടിൽ ലഭിക്കുമെന്നും BPCL വ്യക്തമാക്കി. ആധാർ ബന്ധിപ്പിക്കാനുള്ള കാലാവധി നീട്ടി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയമാണ് ഉത്തരവിറക്കിയത്. ഇതിനെയാണ് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് പെട്രോളിയം തള്ളിക്കളഞ്ഞത്. അതിനിടെ ഇവിടെ നിന്നുള്ള ചരക്കു നീക്കം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഡിസംബർ 31-ന് 82 വാഹനങ്ങൾ കൊച്ചി റിഫൈനറിയിൽ നിന്ന് ലോഡ് കൊണ്ടുപോയിരുന്നു. എന്നാൽ ഇന്ന് വെറും 14 വാഹനങ്ങൾ മാത്രമാണ് പോയത്. മീഡിയ 1 കൊച്ചി. പുതുവൈപ്പിൻ പെട്രോനെറ്റ് LNG ടെർമിനൽ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ടെർമിനൽ കേരളത്തെ നിക്ഷേപക സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര പെട്രോളിയം മന്ത്രി വീരപ്പ മൊയ്ലി, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. 4600 കോടി രൂപ മുതൽ മുടക്കിലാണ് LNG ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത്. ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത ചാനലിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത്. The color of the valve will change from red to green, indicating the flow of gas and thereafter. പൈപ്പ്ലൈൻ പാത പുതിയ വ്യവസായ ഇടനാഴിക്ക് വഴിയൊരുക്കുമെന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പറഞ്ഞു. I am confident that in the coming years this terminal will prove to be of immense benefit to your beautiful state. It will put Kochi on the world LNG map and contribute to making Kerala an industry-oriented and investment-friendly destination.
പ്രതിവർഷം 5 ലക്ഷം ടൺ പ്രകൃതിവാതകം സംഭരിക്കാനുള്ള ശേഷി ടെർമിനലിനുണ്ട്. എന്നാൽ വാതക വിതരണ പൈപ്പ് ലൈൻ പൂർത്തിയാകാത്തതിനാൽ 8% മാത്രമാണ് ഇപ്പോൾ വിനിയോഗിക്കാനാവുക. 2 കപ്പലുകൾ LNGയുമായി ടെർമിനലിലെത്തിയിട്ടുണ്ട്. 3ാമത്തെ കപ്പൽ ഈ മാസം അവസാനത്തോടെ എത്തും. LNG ടെർമിനൽ കാര്യക്ഷമമാകുന്നതോടെ പാചകവാതകം പൈപ്പ് ലൈൻ വഴി വീട്ടിലെത്തിക്കുന്ന സിറ്റി ഗ്യാസ് പദ്ധതിക്കും ജീവൻ വയ്ക്കും. മീഡിയ 1 കൊച്ചി. പെൻഷൻ ഫണ്ട് കൈമാറാനുള്ള ട്രസ്റ്റി ബാങ്കായി ആക്സിസ് ബാങ്കിനെ നിയമിച്ചു PFRDI ഉത്തരവിറക്കി. എല്ലാ മാസവും വലിയൊരു തുക കൈകാര്യം ചെയ്യാൻ സ്വകാര്യ ബാങ്കിന് അവസരം ലഭിക്കുന്നതാണ് പുതിയ നടപടി. ഉത്തരവിന്റെ പകർപ്പ് മീഡിയ 1 ലഭിച്ചു. അടിസ്ഥാന ശമ്പളവും ക്ഷാമബത്തയും അടങ്ങുന്ന തുകയുടെ 10% ജീവനക്കാരും തത്തുല്യമായ തുക സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് പങ്കാളിത്ത പദ്ധതി പ്രകാരം ചെയ്യുക. ഈ തുക പെൻഷൻ ഫണ്ട് മാനേജർമാർക്ക് കൈമാറാനുള്ള ട്രസ്റ്റി ബാങ്കായാണ് ആക്സിസിനെ നിയമിച്ചത്. ദേശസാൽകൃത ബാങ്കായ ഇന്ത്യൻ ബാങ്കിനെ മാറ്റിയാണ് പുതിയ നിയമനം. ഇത് സംബന്ധിച്ച ഉത്തരവിന്റെ പകർപ്പ് മീഡിയ 1 ലഭിച്ചു. പെൻഷൻ വിഹിതമായി ലഭിക്കുന്ന തുക മാസത്തിൽ ഒരു തവണ മാത്രമേ ഫണ്ട് മാനേജർമാരെ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് ആക്സിസ് ബാങ്ക് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ജീവനക്കാരുടെയും സർക്കാരിന്റെയും വിഹിതമടങ്ങുന്ന വലിയ തുക എല്ലാ മാസവും കൈകാര്യം ചെയ്യാൻ സ്വകാര്യ ബാങ്കിന് അവസരം ലഭിക്കും. ട്രസ്റ്റ് ബാങ്കായി ദേശസാൽകൃത ബാങ്കിനെ മാത്രമേ നിശ്ചയിക്കൂ എന്ന സർക്കാർ ഉറപ്പിന്റെ ലംഘനമാണ് ഈ തീരുമാനം. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം. രമേശ് ചെന്നിത്തല മന്ത്രിയായ സാഹചര്യത്തിൽ പുതിയ KPCC അധ്യക്ഷനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉടൻ പ്രഖ്യാപിക്കും. G. കാർത്തികേയനെ പുതിയ അധ്യക്ഷനാക്കാനാണ് ഹൈക്കമാൻഡ് ധാരണ. പ്രഖ്യാപനത്തിന് മുമ്പ് ഉമ്മൻചാണ്ടിയുമായും രമേശ് ചെന്നിത്തലയുമായും വീണ്ടും ഹൈക്കമാൻഡ് ചർച്ച നടത്തിയേക്കും. സോളാർ കേസിലെ പ്രതി സരിത S. നായരെ പുതുപ്പള്ളി വഴി കൊണ്ടുപോയതിൽ ദുരൂഹത. സരിത ഒരു കേസിലും ഹാജരാകേണ്ടതില്ലാത്ത ഇന്നലെ പുതുപ്പള്ളി വഴി വന്നതാണ് ദുരൂഹത സൃഷ്ടിക്കുന്നത്. സരിത ഭക്ഷണം കഴിക്കാനായി ഇവിടെ തട്ടുകടയിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്തു നിന്നും സരിതയെ കൊച്ചിയിലെ കോടതികളിൽ എത്തിക്കുന്നത് MC റോഡ് വഴിയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം പുതുപ്പള്ളി വഴിയാണ് സരിതയെ കൊണ്ടുപോയത്. വെള്ളിയാഴ്ച സരിതയുടെ ഒരു കേസും ഒരു കോടതിയും പരിഗണിക്കാത്ത ദിവസമായിരുന്നു. ഈ ദിവസം പുതുപ്പള്ളിയിലെ ഒരു ഹോട്ടലിൽ തങ്ങിയെന്നും UDFിലെ എറണാകുളം ജില്ലയിലെ ഒരു MLAയുമായി കൂടിക്കാഴ്ച ഉദ്ദേശിച്ചിരുന്നതായും പറയപ്പെടുന്നു. പ്രതീക്ഷിച്ചയാൾ വരാത്തതുകൊണ്ട് സരിതയെ വേഗത്തിൽ എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ സമയം വഴിയോരത്തെ ഒരു കടയിൽ ചായ കുടിക്കാനിറങ്ങിയപ്പോൾ നാട്ടുകാരിൽ ചിലർ സരിതയുടെ ചിത്രമെടുത്തത് പോലീസുമായി വാക്കേറ്റത്തിൽ കലാശിച്ചു. കേസില്ലാത്ത ദിവസമായതും പുതുപ്പള്ളി വഴി പോകേണ്ട കാര്യമില്ലാതിരുന്നിട്ടും ഇതുവഴി യാത്ര ചെയ്തതാണ് ദുരൂഹത വർദ്ധിപ്പിക്കാൻ കാരണം. എന്നാൽ സരിതയെ തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തേക്ക് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കി ഇതുവഴി കൊണ്ടുപോകുന്നത് പതിവാണെന്നാണ് പോലീസ് പറയുന്നത്. മീഡിയ 1 കോട്ടയം. ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ആക്രമണം. മദ്യപിച്ചെത്തിയ സംഘമാണ് ചാനൽ വാർത്താ സംഘത്തെ ആക്രമിച്ചത്. അക്രമത്തിൽ സാരമായി പരിക്കേറ്റ മീഡിയ 1 റിപ്പോർട്ടർ പ്രേംലാലിനെയും മാതൃഭൂമി ക്യാമറാമാൻ രാഹുൽ കൃഷ്ണയെയും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവം ആലപ്പുഴ DYSP അന്വേഷിക്കും. ഇതു സംബന്ധിച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. ആലപ്പുഴയിൽ VS പങ്കെടുത്ത പരിപാടി റിപ്പോർട്ട് ചെയ്തു മടങ്ങുകയായിരുന്ന മാധ്യമപ്രവർത്തകർക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. അനധികൃതമായി പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് ചോദ്യം ചെയ്തതാണ് കയ്യേറ്റത്തിന് കാരണം. പാർക്കിംഗ് സെന്റർ ഉടമ കൂട്ടിക്കൊണ്ടുവന്ന അക്രമികളാണ് മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തത്. മീഡിയ 1 റിപ്പോർട്ടർ പ്രേംലാലിനെ അക്രമി സംഘം വളഞ്ഞിട്ട് തല്ലി. തടയാൻ ചെന്ന മാതൃഭൂമി ന്യൂസ് ചാനൽ ക്യാമറാമാൻ രാഹുൽ കൃഷ്ണയെയും മർദ്ദിച്ചു. സാരമായി പരിക്കേറ്റ പ്രേംലാലിനെയും രാഹുലിനെയും ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ കഴിയുന്ന മാധ്യമപ്രവർത്തകരെ കേന്ദ്രമന്ത്രി KC വേണുഗോപാലും G. സുധാകരൻ MLAയും സന്ദർശിച്ചു. മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് G. സുധാകരൻ MLA ആവശ്യപ്പെട്ടു. പാർക്കിംഗ് സെന്റർ ഉടമ പ്രസന്നൻ ഉൾപ്പെടെ 3 പേരെ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ വധശ്രമത്തിന് നെടുമുടി പോലീസ് കേസെടുത്തു. പ്രശ്നത്തിന് കാരണമായ അനധികൃത വാഹന പാർക്കിംഗ് സെന്റർ ഉടൻ അടച്ചുപൂട്ടുമെന്ന് മന്ത്രി KC വേണുഗോപാലും G. സുധാകരനും ഉറപ്പു നൽകി. മീഡിയ 1 ആലപ്പുഴ. 2022 ലോകകപ്പ് വേനൽക്കാലത്ത് തന്നെ നടത്താനാണ് ഖത്തർ ലക്ഷ്യമിടുന്നതെന്ന് ഫിഫ ഓർഗനൈസിംഗ് കമ്മിറ്റി തലവൻ നാസർ അൽ ഖാത്തർ വ്യക്തമാക്കി. ലോകകപ്പിനോടനുബന്ധിച്ച് നടന്ന വിവാദങ്ങളൊന്നും തങ്ങളുടെ ഒരുക്കത്തെ ബാധിച്ചിട്ടില്ലെന്നും അൽ ഖാത്തർ കൂട്ടിച്ചേർത്തു. ലോകകപ്പിനായുള്ള സ്റ്റേഡിയം നിർമ്മാണം തീരുമാനിക്കപ്പെട്ട തീയതിയിൽ തന്നെ തീർക്കും. സമയം മാറ്റണമെന്നാണ് ഫിഫയുൾപ്പെടെയുള്ളവരുടെ ആവശ്യമെങ്കിൽ അതിനും ഞങ്ങൾ ഒരുക്കമാണെന്നും അൽ ഖാത്തർ വ്യക്തമാക്കി. അണ്ടർ 19 ഏഷ്യ കപ്പ് ഇന്ത്യ സ്വന്തമാക്കി. ഫൈനലിൽ പാകിസ്ഥാനെ 40 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ടോസ് നേടിയ പാകിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഇന്ത്യയ്ക്ക് വേണ്ടി മലയാളി താരം
സഞ്ജു വി സാംസണും ക്യാപ്റ്റൻ വിജയ് സോളും സെഞ്ചുറി നേടി. 87 പന്തിൽ നിന്നും 8 ഫോറും 4 സിക്സറും അടങ്ങുന്നതാണ് സഞ്ജുവിന്റെ ശതകം. ഇരുവരുടെയും സെഞ്ചുറി മികവിൽ ഇന്ത്യ 315 റൺസ് വിജയലക്ഷ്യം മുന്നോട്ട് വച്ചു. പാകിസ്ഥാന് വേണ്ടി കമ്രാൻ ഗുലം പുറത്താകാതെ 102 റൺസ് നേടി ടോപ്പ് സ്കോററായി. ഓപ്പണർ സാമി അസ്ലം 87 റൺസ് എടുത്തു. ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് യാദവ് 3 വിക്കറ്റ് വീഴ്ത്തി. ചാമ മിലിന്ദ്, ആമിർ ഖനി, ദീപക് ഹൂഡ എന്നിവർ 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. കോഴിക്കോട് ജില്ലയിൽ ഇനി തിറക്കാലം. തിറ ഉത്സവങ്ങൾക്കായി കാവുകളും തറവാട്ടുമുറ്റങ്ങളും ഒരുങ്ങി. ഉത്തര മലബാറിൽ കോഴിക്കോട് ജില്ലയിലാണ് തിറയുത്സവത്തിന് പ്രാധാന്യമുള്ളത്. ഇനിയുള്ള 3.5 മാസക്കാലം തിറയുടേതാണ്. ചെണ്ടമേളത്തിനൊപ്പം കാവുകളിലും തറവാട്ടുമുറ്റങ്ങളിലും ഓലച്ചൂട്ടിന്റെ വെളിച്ചത്തിലാണ് തിറയാട്ടം നടക്കുക. തിറ ഉത്സവം മനോഹരമാക്കാനുള്ള ഒരുക്കത്തിലാണ് കലാകാരന്മാർ. തിറയാട്ടത്തിൽ ഓരോ മൂർത്തിമാരുടെയും കെട്ടിയാട്ടങ്ങൾക്കനുസരിച്ച് വ്യത്യസ്ത മുഖാലങ്കാരങ്ങളും ചമയങ്ങളുമാണ്. തലപ്പാളി, ചെവിപ്പൂവ്, കാതില, തോട, കവിൾക്കണ്ണാടി, തോൾപൂട്ട് തുടങ്ങിയവയാണ് പ്രധാന ചമയങ്ങൾ. കവിടി, കച്ച, പട്ട് എന്നിവയാണ് വേഷങ്ങൾ. തൊങ്ങൽമുടി, പീലിമുടി, കുരുത്തോലമുടി എന്നിങ്ങനെയാണ് കിരീടങ്ങൾ. ഇവയെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് കലാകാരന്മാർ. കോലധാരികൾക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് അത് എല്ലാ കലാസമിതികളും ഈ സ്വഭാവത്തിൽ തന്നെ ഓണം കഴിയുന്നതോടുകൂടി എല്ലാ സാധനങ്ങളും ധനുമാസം ഒരു പകുതിയാകുന്നതോടുകൂടി എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി പൂർത്തീകരിച്ച് ഒരു ധനുമാസം കഴിഞ്ഞ് ഒരു കോട്ടവല്ലി തറയോട് കൂടിയിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഉത്സവം തുടങ്ങി. പാരമ്പര്യവും തനിമയും ചോരാതെ ചമയങ്ങളിൽ പുതുമകൾ കൊണ്ടുവരാനാണ് ഓരോ കലാകാരനും ശ്രമിക്കുന്നത്. ധനുമാസം മുതൽ മേടമാസം വരെയാണ് തിറയാട്ടം നടക്കുക. മീഡിയ 1 കോഴിക്കോട്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ UDF നേതാക്കൾ രംഗത്ത്. റിപ്പോർട്ട് തള്ളിക്കളയണമെന്ന് VD സതീശനും തോട്ടമുടമകളെ സഹായിക്കുന്നതാണ് റിപ്പോർട്ടെന്ന് TN പ്രതാപൻ MLAയും പറഞ്ഞു. റിപ്പോർട്ട് പൊള്ളയാണെന്ന് യൂത്ത് ലീഗും അഭിപ്രായപ്പെട്ടു. പരിസ്ഥിതി ദുർബല പ്രദേശ നിയമം റദ്ദാക്കണമെന്ന ഉമ്മൻ കമ്മിറ്റി ശുപാർശ നിലവിൽ കോടതികളിലുള്ള കേസുകളെ ബാധിക്കുമെന്ന് VD സതീശൻ പറഞ്ഞു. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട ഉമ്മൻ കമ്മിറ്റി EFL നിയമത്തെക്കുറിച്ച് ശുപാർശ നൽകിയത് ശരിയായില്ലെന്നും VD സതീശൻ പറഞ്ഞു. EFL നിയമം പാസാക്കിയത് കേരള നിയമസഭയാണ്. അത് റദ്ദ് ചെയ്യണമെന്ന് സർക്കാർ വെച്ച കമ്മിറ്റിക്ക് പറയാൻ എന്ത് അധികാരമാണുള്ളത്? മുഴുവൻ ജൈവ വൈവിധ്യത്തെ തകർക്കാനും വനം ഇല്ലാതാക്കാനും സഹായിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഉമ്മൻ വി ഉമ്മൻ ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്ന് TN പ്രതാപൻ MLA പറഞ്ഞു. തോട്ടമുടമകളെ സഹായിക്കുന്നതാണ് ഉമ്മൻ വി ഉമ്മൻ റിപ്പോർട്ടെന്നും TN പ്രതാപൻ കൂട്ടിച്ചേർത്തു. EFL നിയമം റദ്ദാക്കണമെന്ന് ശുപാർശ ചെയ്യാൻ ഈ കമ്മിറ്റിക്ക് ഒരു അധികാരവുമില്ല, അവകാശവുമില്ല. ഇതിന് പുറകിലൊരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ വെള്ളം ചേർത്തതുപോലെ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലും വെള്ളം ചേർക്കുകയാണെന്ന യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി കുറ്റപ്പെടുത്തി. ജനവാസ കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ എന്ത് പരിസ്ഥിതി സംരക്ഷണത്തിന് വേറെ റിപ്പോർട്ടിന്റെ ആവശ്യം തന്നെ ഇല്ല. ആ അർത്ഥത്തിൽ ഈ റിപ്പോർട്ട് വളരെ പൊള്ളയായ റിപ്പോർട്ടാണ്. അതേസമയം റിപ്പോർട്ട് പുനഃപരിശോധിക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ പറഞ്ഞു. സമിതിയോട് KPCCക്ക് യോജിപ്പാണെന്നും സതീശന്റെയും പ്രതാപന്റെയും അഭിപ്രായം വ്യക്തിപരമെന്നും ഹസൻ പറഞ്ഞു. മീഡിയ 1 തൃശൂർ, കോഴിക്കോട്. ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ട് അംഗീകരിക്കുന്നത് കേരള ഹൈക്കോടതിയിലുള്ള EFL കേസുകൾക്ക് തിരിച്ചടിയാകും. ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള നെല്ലിയാമ്പതി, ഹാരിസൺ ഭൂമി കേസുകൾ ഉൾപ്പെടെ 50ഓളം EFL കേസിന്റെ വാദങ്ങളിൽ എതിർഭാഗം റിപ്പോർട്ട് ആയുധമാക്കും. 2003 പരിസ്ഥിതി ദുർബല പ്രദേശ നിയമവുമായി ബന്ധപ്പെട്ട 50ലധികം കേസുകളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. നിയമത്തിന്റെ സാധുത ചോദ്യം ചെയ്ത് തോട്ടമുടമകൾ സമർപ്പിച്ച കേസുകളാണ് ഭൂരിപക്ഷവും. ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അംഗീകരിച്ചാൽ ഈ കേസുകൾ അപ്രസക്തമാകുമെന്ന് നിയമരംഗത്തുള്ളവർ പറയുന്നു. നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിൽ തന്നെ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിനെതിരെയുള്ള ആയുധമാകും. നൂറുകണക്കിന് കേസുകൾ EFL നിയമവുമായി ബന്ധപ്പെട്ട് വനം വകുപ്പും സർക്കാരും ആ കേസ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് സർക്കാർ നിയമിച്ചൊരു കമ്മിറ്റി നിയമം തന്നെ പാടില്ല, ഇത് റദ്ദാക്കണമെന്ന് ശുപാർശ കൊടുക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞു. നെല്ലിയാമ്പതിയിലേതുൾപ്പെടെ വനഭൂമിയും അതിനോട് ചേർന്നുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളും കയ്യേറിയതുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. ഹാരിസൺ വനഭൂമി കയ്യേറിയെന്നാരോപിച്ചുള്ള കേസുകളെയും റിപ്പോർട്ട് ദുർബലമാക്കും. EFL നിയമവുമായി ബന്ധപ്പെട്ട കേസുകൾ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി നേരത്തെ തന്നെ ആരോപണമുണ്ട്. അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണി കേസിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതായി വനമന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാർ ആരോപിച്ചിരുന്നു. EFL കേസുകൾ വാദിക്കാൻ വലിയ തുക മുടക്കി തോട്ടമുടമകൾ സുപ്രീം കോടതി അഭിഭാഷകരെ വരെ എത്തിച്ചിരുന്നു. മീഡിയ 1 കൊച്ചി. പരിസ്ഥിതി ദുർബല പ്രദേശം ഏറ്റെടുക്കൽ നിയമം EFL നിയമം റദ്ദു ചെയ്യണമെന്ന് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി സർക്കാരിനോട് ശുപാർശ ചെയ്തിരിക്കുന്നു. ഈ വിഷയമാണ് ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് TN പ്രതാപൻ MLA, ഫാദർ പോൾ തേലക്കാട്ട്, P കൃഷ്ണപ്രസാദ് MLA, PC സിറിയക് തുടങ്ങിയവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം
ശ്രീ പി സി സിറിയക്കിലേക്ക്. ശ്രീ പി സി സിറിയക്, EFL നിയമം റദ്ദു ചെയ്യണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യാനുള്ള കാരണം എന്താണ്? ഞങ്ങൾ ഈ കമ്മിറ്റിയുടെ പേരിൽ 10-25 സ്ഥലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലെ പശ്ചിമഘട്ട പ്രദേശത്ത് ചുറ്റിക്കറങ്ങി അവിടെയുള്ള കർഷകരെ നേരിട്ട് കണ്ട് അവരുടെ ആശങ്കകൾ എന്തെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. അപ്പോൾ മിക്കവാറും എല്ലാ സ്ഥലത്തും വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നത് ഇന്ന് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കീഴിൽ എൻവയൺമെന്റലി സെൻസിറ്റീവ് ഏരിയ ESA എന്നും പറഞ്ഞു വെച്ചിട്ട് കുറച്ചുനാൾ കഴിയുമ്പോഴത്തേക്കും പല നിയന്ത്രണങ്ങൾക്കും വിധേയരായി അവരവിടെ ജീവിക്കാൻ നിർബന്ധിതരായി കഴിയുമ്പോൾ ആ പ്രദേശം കുറച്ച് 3-4 വർഷം കഴിയുമ്പോഴേക്ക് EFL എന്ന പേരിൽ നഷ്ടപരിഹാരം പോലും തരാതെ എടുക്കാനുള്ള പ്രൊവിഷൻസ് ഉപയോഗിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവരെ പുറത്താക്കുമെന്നൊരു ഭീതി കണ്ടു. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കേസുകളിൽ ചെറുകിട കർഷകരുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ വയ്യാകാരം. ശ്രീ പി സി സിറിയക്, VD സതീഷിനെയും TN പ്രതാപനെയും പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി, താങ്കൾ കൂടി അംഗമായ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുള്ളത് EFL നിയമത്തെക്കുറിച്ച് ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ കർഷക ദ്രോഹപരമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ, സംസ്ഥാനത്തെ സഹായിക്കാൻ വേണ്ടിയാണ്. മറിച്ച് വലിയൊരു അവ്യക്തത അല്ലെങ്കിൽ വലിയൊരു വീഴ്ച ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിക്ക് സംഭവിച്ചിരിക്കുന്നു. ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി ഇക്കാര്യമല്ല റിപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. ഇല്ല, അതിനകത്ത് വന്നിരിക്കുന്നു ഇത് ഒരു വീഴ്ചയുമല്ല. പശ്ചിമഘട്ടത്തിലേക്ക് ജനങ്ങളുടെ ആശങ്ക കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്താണെന്ന് കണ്ടുപിടിച്ച് ആ ആശങ്ക പരിഹരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ള നിർദ്ദേശമായിരുന്നു കൊടുക്കേണ്ടത്. അങ്ങനെ നോക്കിയപ്പോൾ അവിടുത്തെ ആളുകളുടെ ഏറ്റവും മനസ്സിലുള്ള ഏറ്റവും വലിയൊരു ആശങ്ക EFL ലാൻഡായിട്ട് തങ്ങളുടെ ലാൻഡുകളെ എടുത്തു കളയുമോ എന്ന ഭീതിയാണ്. കാരണം അവരുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. EFL ലാൻഡുകളായിട്ട് അവരുടെ ലാൻഡിനെ ഏറ്റെടുത്ത ഒരുപാട് കേസുകളുണ്ട്, ഒരു നഷ്ടപരിഹാരം പോലും കൊടുക്കാതെ. അതേസമയത്ത് വലിയ എസ്റ്റേറ്റുകളുടെ ലാൻഡും എടുത്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ പറയുന്നത് ആ എസ്റ്റേറ്റുകളുടെ ലാൻഡ് എടുത്തത് തിരിച്ചു കൊടുക്കാനല്ല. നമ്മൾ പറയുന്നത് ഇനി ഭാവിയിൽ EFLന്റെ പേരിൽ ജനങ്ങളുടെ സ്ഥലം നഷ്ടപരിഹാരം കൂടാതെ എടുക്കാനുള്ള സംവിധാനം ഇല്ലാതാക്കണം. ഈ വലിയ തോട്ടങ്ങളുടെ കാര്യം കോടതി കേസുണ്ടെങ്കിൽ കേസ് നടത്തട്ടെ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ MLA ഇപ്പോൾ ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീ TN പ്രതാപൻ MLA, ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയുടെ ഇന്നത്തെ ശുപാർശയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് താങ്കൾ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ്? ഉമ്മൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി എന്തിനാ? കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ആശങ്കകളും ജനങ്ങളുടെ പ്രശ്നങ്ങളും പഠിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് ഒരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി ആ നിർദ്ദേശം തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റിനെ അറിയിച്ച് പരിഹാരം കണ്ട് ജനങ്ങൾക്ക് പ്രയാസം ഒഴിവാക്കണം. പക്ഷെ അത് പഠിക്കാൻ വേണ്ടി പറഞ്ഞ ആളുകൾ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ EFL നിയമം ഇനി നടപ്പിലാക്കാൻ പാടില്ല, അത് റദ്ദാക്കണം എന്നുള്ള ജോലി വരുന്ന റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് ആണ് പ്രധാനമായും കൊടുത്തിരിക്കുന്നത്. ഈ കമ്മിറ്റിയോട് ആര് പറഞ്ഞു EFL ഈ കാര്യം പറയാൻ വേണ്ടി? EFLുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കേരളത്തില് ജനങ്ങൾക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ട്. ഹൈക്കോടതിയിൽ കേസുണ്ട്, വലിയ തോട്ടമുടകളുടെ കേസ് നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയിലുള്ളതാണ്. അത് ചർച്ച ചെയ്യാനും പറയാനും ഒക്കെ വേദികൾ വേറെയുണ്ട്. ഈ കമ്മിറ്റിയെ അല്ല ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. EFL നിയമം എന്തുകൊണ്ട് കേരളത്തിൽ കൊണ്ടുവന്നു, അതെങ്ങനെ ആ നിയമമായി അത്തരത്തിലുള്ളൊരു കാര്യം നിലനിൽക്കെ മാത്രമല്ല 41,000 ഏക്കർ ഭൂമിയുമായി ബന്ധപ്പെട്ട് 50ഓളം കേസുകൾ ഹൈക്കോടതിയിൽ പറയാൻ വേണ്ടിയുള്ള അന്തിമ ഘട്ടത്തിൽ ഇരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഗവൺമെന്റ് നിയോഗിച്ച ഒരു കമ്മിറ്റി അവരുടെ ചുമതലയിൽ പെടുത്താത്തൊരു കാര്യം പറഞ്ഞ് അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നത്. അത് ഒരിക്കലും ശരിയല്ല. അത് കോടതിയിലിരിക്കുന്ന കേസുകൾ എന്ത് ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടന്നത് എന്നാണ് താങ്കൾ സംശയിക്കുന്നത്? യാതൊരു സംശയവും വേണ്ട. കേരള ഹൈക്കോടതിയിലെ കേസ് ഇരിക്കുന്നത് വൻകിട തോട്ടമുടമകളാണ്. ആ വൻകിട കോടീശ്വരന്മാരായ വൻകിട തോട്ടമുടമകൾ സുപ്രീം കോടതിയിൽ നിന്നും വലിയ ഭരണഘടനാ അഭിഭാഷകരെ ഉൾപ്പെടെ കേസ് വാദിക്കുന്ന അഭിഭാഷകരെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടാണ് കേസ് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ AG ഓഫീസിനെ പോലും ഞങ്ങൾ സൂക്ഷ്മ നിരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. AG ഓഫീസിനെ പോലും ഞങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമായും ഹൈക്കോടതിയിൽ ആരും അറിയാതെ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. AG ഓഫീസും AG ഓഫീസും ഒക്കെ ഏത് രീതിയിലാണ് ഈ കേസിനോടുള്ള സമീപനം എന്നറിയാൻ ഞങ്ങൾ തന്നെ പ്രത്യേകമായ ഞങ്ങളുടെ സ്വന്തം അഭിഭാഷകരായ ഞങ്ങൾക്ക് ബന്ധമുള്ള പ്രത്യേകിച്ചും
KSUവിലും യൂത്ത് കോൺഗ്രസിലൂടെ ഒക്കെ വന്നിട്ടുള്ള മിടുക്കന്മാരായ കമ്മിറ്റഡായ സോഷ്യൽ കമ്മിറ്റ്മെന്റ് അഭിഭാഷകർ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഫാദർ പോൾ തേലക്കാട്ട് ചർച്ചയിൽ ചേരുന്നു. ഫാദർ പോൾ തേലക്കാട്ട്, വൻകിട തോട്ടമുടമകളെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ കോടതിയിൽ ഈ വിഷയം EFLുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസുകളെ നടന്നുവരുന്ന കേസുകളെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു ശുപാർശ സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് വച്ചിരിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും ശ്രീ പ്രതാപം പറഞ്ഞതിന് വലിയ കാര്യമുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. PC സിറിയക്ക് തന്നെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള തോട്ടമുടമകളെയൊക്കെ സംരക്ഷിക്കാനല്ല, ചെറുകിട കർഷകരെ സംരക്ഷിക്കാനും ചെറുകിട കർഷകർക്ക് ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന പ്രശ്നങ്ങൾ കേൾക്കാൻ പോയപ്പോൾ അവർ മനസ്സിലാക്കിയതുമായ ഗൗരവമായ പ്രശ്നം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് മുഖ്യമായി അവർ ചെയ്തത്. അത് വലിയ തോട്ടമുടമകളെയോ വലിയ കമ്പനികളെയോ കോടതിയിലിരിക്കുന്ന കേസുകളെ സ്വാധീനിക്കാൻ വേണ്ടിയല്ല എന്നവർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിയിൽ ഇതിനെക്കുറിച്ച് വലിയ ഗൂഢാലോചനയുടെ സിദ്ധാന്തമൊന്നും ഇടക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രാഷ്ട്രം, സമൂഹം എന്ന് പറയുന്ന ഈ മനുഷ്യരെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടും കൃഷിക്കാരെയൊക്കെ ശത്രുക്കളാക്കിക്കൊണ്ടുമല്ല നമ്മൾ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്, നിയമം നടപ്പിലാക്കേണ്ടത് എന്നൊരു യാഥാർത്ഥ്യബോധം സർക്കാരിനും ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും ഉണ്ടാകണം എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാന കാര്യം. ഫാദർ പോൾ തേലക്കാട്ട്, ഈ വിഷയത്തിൽ സംശയം വരാൻ കാരണമുണ്ട്. 50ഓളം കേസുകൾ EFL നിയമവുമായി ബന്ധപ്പെട്ട 50ഓളം കേസുകൾ വനം വകുപ്പോ സർക്കാരോ ഇപ്പോൾ ഹൈക്കോടതിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ശുപാർശ വരുന്നത്. തീർച്ചയായും അത് ഈ കേസിൽ വാദം നടക്കുന്ന സമയത്ത് കേസിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു ശുപാർശ വരുന്നത്. ഈ ഘട്ടത്തിലാണ് ഇത് സംശയിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ദുരുദ്ദേശം, അങ്ങനൊരു ലക്ഷ്യം ഇവർക്കുണ്ടെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. ഇവർ പറഞ്ഞതുപോലെ ഇവർ ഈ ജനങ്ങളുടെ, പ്രത്യേകിച്ചും കൃഷിക്കാരുടെ, സാധാരണ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ സന്നദ്ധമായപ്പോൾ കേട്ടതിൽ ഏറ്റവും ഗൗരവമായവർക്ക് തോന്നിയ ഒരു കാര്യം ജനങ്ങളുടെ പ്രശ്നമായി അവർക്ക് മനസ്സിലാക്കിയതും അവർക്ക് ബോധ്യപ്പെട്ടതുമായ കാര്യമാണ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഇവർ സമർപ്പിച്ചിരിക്കുന്നത്. അത് വ്യക്തമായി ഗവൺമെൻറ്റിന് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. തോട്ട ഉടമകളെയോ വൻകിട മുതലാളിമാരെയോ രക്ഷിക്കാനല്ല എന്ന് കൃത്യമായി ഇവർ പറഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ഇങ്ങനെ ഒരു ഗൂഢാലോചനയുടെ സിദ്ധാന്തം പറയുന്നതിൽ ഫാദർ, താങ്കൾ പറയുന്നത് പോലെ ജനങ്ങളുടെ ഭാഗം കേൾക്കാനായിരുന്നുവെങ്കിൽ ഗാഡ്ഗിൽ റിപ്പോർട്ട് അല്ലായിരുന്നോ നടപ്പാക്കേണ്ടിയിരുന്നത്? തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോട് അവരോട് ആവശ്യപ്പെട്ടത് കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുമ്പോൾ കർഷകർക്കും ജനങ്ങൾക്കും ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് പഠിക്കാനാണ്. ആ പ്രയാസങ്ങളിൽ സർക്കാരിൻ്റെ ഇപ്പോൾ നിലവിലിരിക്കുന്ന നിയമം അവർക്ക് വലിയ ഭീതി ഉണ്ടാക്കുന്നതാണ്, ആശങ്കയുണ്ടാക്കുന്നതാണെന്ന് അവരോട് പറഞ്ഞാൽ അവരത് ഈ സർക്കാരിൻ്റെ മുമ്പിൽ പറയാതെ മറച്ചു വയ്ക്കണമെന്നാണോ നമ്മളൊക്കെ ആവശ്യപ്പെടുന്നത്? അങ്ങനെ അത് വരുമ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചയിൽ തുടരുക. CPM നേതാവ് P. കൃഷ്ണപ്രസാദ് MLA ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ P. കൃഷ്ണപ്രസാദ്, UDF തന്നെ നിയോഗിച്ച സമിതിയാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി. ആ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റി തന്നെയാണ് EFL നിയമം റദ്ദു ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ശുപാർശ സമർപ്പിച്ചിട്ടുള്ളത്. അതിനെ എതിർക്കുന്നതും UDF നേതാക്കൾ തന്നെയാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? EFL നിയമം റദ്ദാക്കണമെന്നുള്ള ശ്രീ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയുടെ നിർദ്ദേശം തെറ്റാണ്. അതിന് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാവുകയില്ല. EFL നിയമം 1997 അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റിന്റെ കാലത്ത് കൊണ്ടുവന്ന നിയമമാണ്. അത് പിന്നീട് 2001 ശേഷം വന്ന UDFന്റെ കാലത്ത് അമെന്റ്മെന്റ് ചെയ്തത് പ്രകാരം 2003 നിയമം എന്ന രൂപത്തിലാണ് അത് നിലനിൽക്കുന്നത്. EFL നിയമത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാടിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതോ കണ്ടിഗ്വസ് ടു ബൈ ദ ഫോറസ്റ്റ് ഓർ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്നതോ ആയിട്ടുള്ള വളരെ എക്കോളജിക്കലി ഫ്രജൈലായ പ്രദേശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന ഒരു നിയമമാണ്. ഇടതുപക്ഷ ഗവൺമെന്റ് കൊണ്ടുവന്ന ഒരു നിയമമാണത്. ആ നിയമത്തിൽ ചെറുകിടക്കാരെ ബാധിക്കുന്ന ചില വിഷയങ്ങൾ, അതായത് പാവപ്പെട്ട ദരിദ്രരായ കൃഷിക്കാർക്ക് കിട്ടേണ്ട സംരക്ഷണം, ആ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കേണ്ടത് ചെറുകിട കൃഷിക്കാർക്ക്, അത് ചെറിയ ഭൂമി മാത്രം കൈവശമുള്ളവർക്ക് വേണ്ടി മാത്രം അതിൽ ഭേദഗതി വരുത്തുകയേ വേണ്ടൂ, അല്ലാതെ നിയമം റദ്ദാക്കേണ്ടതില്ല.
ആ നിയമം റദ്ദാക്കുന്നതോടുകൂടി വൻകിട എസ്റ്റേറ്റ് ഉടമകൾക്കാണ് അതിന്റെ നേട്ടം ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൂചിപ്പിച്ച വിധത്തിൽ ഉമ്മൻ സജഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ എക്കോളജിക്കൽ ഫ്രജൈൽ നിയമം റദ്ദാക്കണമെന്നുള്ളത് വൻകിടക്കാരായ ഭൂവുടമകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന് പിന്തുണ കൊടുക്കാൻ ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. PC സിറിയക് ടെലിഫോൺ ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ PC സിറിയക്, കേരള നിയമസഭ ഐക്യകണ്ഠേന പാസാക്കി രാഷ്ട്രപതി അംഗീകരിച്ച് ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ അംഗീകരിക്കപ്പെട്ടതാണ് EFL നിയമം. ആ EFL നിയമമാണ് റദ്ദു ചെയ്യണമെന്ന് താങ്കൾ ഉൾപ്പെട്ട ഉമ്മൻ കമ്മിറ്റി ഇന്ന് സർക്കാരിന് ശുപാർശ സമർപ്പിച്ചിട്ടുള്ളത്. നിയമസഭയെ അവഹേളിക്കലാണ് താങ്കൾ ഉൾപ്പെടെയുള്ള കമ്മിറ്റി ചെയ്തിരിക്കുന്നത് എന്നാണ് TN പ്രതാപനും VD സതീശനും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അത് വെറും തെറ്റായ വാദമാണ്. നിയമസഭയിലെ ഒരു കാലത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നിയമങ്ങൾ പാസ്സാക്കും. പാസ്സാക്കി കഴിഞ്ഞാൽ ആ നിയമങ്ങൾ തുടരണമോ വേണ്ടയോ എന്ന് കുറെ വർഷത്തെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. ആ തീരുമാനങ്ങൾ എടുക്കാൻ സർക്കാരിനെ ഉപദേശിക്കാൻ ഉദ്യോഗസ്ഥന്മാരെയോ കമ്മിറ്റിക്കാരെയോ ഒക്കെ നിയോഗിക്കാൻ സർക്കാരിന് അവകാശമുണ്ട്. ആ കമ്മിറ്റി കാര്യങ്ങൾ പഠിച്ച് സത്യസന്ധമായി അവരുടെ അഭിപ്രായം പറയുമ്പോൾ അതിനെ ഗൂഢാലോചന എന്നൊക്കെ പറയുന്നത് ശക്തമായി പ്രതിഷേധിക്കേണ്ട കാര്യങ്ങളാണ്. MLA ശ്രീ പ്രതാപൻ ഗൂഢാലോചനയെ പറ്റി ആരോപിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കാം, പക്ഷെ ആരോപണം തെളിയിക്കാനുള്ള ചുമതലയുണ്ട്. അത് തെളിയിക്കണം. ശ്രീ PC സിറിയക്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ നടന്നു വരികയാണ്. സ്വാഭാവികമായും അത് വാദം കേൾക്കുന്ന സമയത്ത് കമ്മിറ്റിയുടെ ശുപാർശ അവിടെ ഒരു വലിയ സ്വാധീന ഘടകമാവില്ലേ? ആ ഹൈക്കോടതിയിൽ വന്ന കേസിനെ പറ്റി ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഈ നിയമം അനുസരിച്ച് ഭാവിയിൽ ചെറുകിട കർഷകരുടെ സ്ഥലം എടുക്കാൻ പാടില്ല. അതിന് കാരണവും പറയുന്നുണ്ട്. ഭാവിയിൽ എന്ന് പറയുമ്പോൾ നേരത്തെ എടുത്തതിന്റെ കാര്യം കോടതി തീരുമാനിക്കട്ടെ എന്നും പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഭാവിയിൽ ആവശ്യമില്ല എന്ന് പറയുന്നത്? ഒന്നാമത് ചെറുകിട കർഷകരുടെ ഭൂമി യാതൊരു നഷ്ടപരിഹാരം ഇല്ലാതെ എടുത്ത കേസ് അവരെ വയ്യാധാരമാക്കിയ കേസ്. ശ്രീ PC സിറിയക്, ഒരു നിയമം എങ്ങനെയാണ് ചെറുകിട കർഷകർക്ക് മാത്രമായി നടപ്പാക്കാനാവുക? നിയമം വരുമ്പോൾ അത് എല്ലാവർക്കും ബാധകമാവില്ലേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ദയവ് ചെയ്ത് കേൾക്കുക. ഈ നിയമം റദ്ദ് ചെയ്യണം. വലിയവർക്കും ചെറിയവർക്കും ഇനി വേണ്ട. കാരണം വലിയവരെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം ഉണ്ടാക്കാനുള്ള പശ്ചാത്തലം എന്താണെന്ന് ആലോചിക്കണം. 1971 ഒരു നിയമം ഉണ്ടായിരുന്നു. അതനുസരിച്ച് പ്രൈവറ്റ് ഫോറസ്റ്റ് എടുക്കണം. ആ പ്രൈവറ്റ് ഫോറസ്റ്റ് എടുക്കേണ്ടത് നിയമത്തിന്റെ കാര്യത്തില് കുറെ ഫോറസ്റ്റ് എടുത്തത് ചില വലിയ എസ്റ്റേറ്റുകാര് അവരുടെ വക്കീലന്മാരും ആയിട്ട് ഗവൺമെന്റിന്റെ വക്കീലും അവരുടെ ആളുകളും ഒക്കെ ആയിട്ട് അവിശുദ്ധ കൂട്ടുകെട്ടും ഗൂഢാലോചന ഉണ്ടായി ചില കേസുകൾ ചില എസ്റ്റേറ്റുകൾ അവർക്ക് അനുകൂലമായി വിധി സമ്പാദിച്ച് രക്ഷപ്പെടുത്താൻ പറ്റി. അപ്പൊ അത്തരം എസ്റ്റേറ്റുകളെ വീണ്ടും പിടിക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ഈ 2000 ഈ പുതിയ നിയമം കൊണ്ടുവരുന്നത്. ഈ പുതിയ നിയമത്തിന്റെ പർപ്പസ് ഇതിനകം അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അന്ന് രക്ഷപ്പെട്ട എസ്റ്റേറ്റുകളെ എല്ലാം വലയിലാക്കി കഴിഞ്ഞു. അവരുടെ കേസ് കോടതി നടക്കുകയാണ്. ആ കോടതി നടക്കുന്നതിന് ഞങ്ങൾ യാതൊരു വിധത്തിലും ഇടപെടുന്നില്ല. ഭാവിയിൽ ഇനി ഈ നിയമം ആവശ്യമില്ല എന്ന നിഗമനത്തിലെത്തുകയാണ് ഉണ്ടായത്. ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ TN പ്രതാപൻ, ഇന്നത്തെ ശുപാർശകൾ ഉമ്മൻ കമ്മിറ്റിയുടെ ശുപാർശകൾ കേസ് ഈ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസുകളിൽ വാദം കേൾക്കുന്ന സമയത്ത് ഒരു സ്വാധീന ഘടകമാവുമോ? താങ്കൾ എന്ത് കരുതുന്നു? തീർച്ചയായും ഒരു സ്വാധീന ഘടകമാവും. അത് മേലിൽ EFL നിയമം നടപ്പിലാക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ നിയമം എന്തോ അപകടമുള്ള നിയമമാണെന്ന് ഒരു ധ്വനി അതിൽ വരികയാണല്ലോ. ഈ കേസിൽ വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഈ നിയമം അപകടമുള്ളതാണെന്നും അത് അവരെ ഭൂമിയെല്ലാം ദുർബലപ്പെട്ട ഗവൺമെന്റിലേക്ക് പോകുന്നു എന്നാണ് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വാദത്തിന് കൂടുതൽ ഉപോത്കലകം നൽകുന്ന പിന്തുണ നൽകുന്ന ഒന്നാണ് ഇപ്പോൾ ഇതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ബഹുമാനിയായ PC സിറിയക് നേരത്തെ തന്നെ ഇതിന് ചർച്ചകൾ തുടങ്ങിയ സന്ദർഭത്തിൽ കസ്തൂരികളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം ഈ പല സ്ഥലത്ത് വെച്ചും ഈ നിയമം റദ്ദാക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. നിയമസഭ പാസ്സാക്കിയ ഒരു നിയമം റദ്ദാക്കുമെന്ന് പറയാൻ ആരാ ഇവരോട് അധികാരം കൊടുത്തത്? ഞങ്ങളൊക്കെ ശ്രീ TN പ്രതാപൻ, PC സിറിയക് പറയുന്നത് ഒരു തരത്തിലും ഇത് നിയമസഭയെ അവഹേളിക്കലല്ല. മാത്രമല്ല ഇന്ന് ശുപാർശ ചെയ്തതിന് കൃത്യമായ ന്യായീകരണങ്ങൾ PC സിറിയക്കിനുണ്ട് താനും. അദ്ദേഹം പറയുന്നത് ന്യായീകരണവും നിയമസഭ അംഗങ്ങളായ നിയമം നിർമ്മിക്കാൻ വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഞങ്ങൾ നിയമസഭയിൽ ഇരുന്ന് പഠിച്ച നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്ന അതിന് ഭേദഗതി കൊണ്ടുവരുന്ന ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? ഞങ്ങളിത് വെറുതെ പോയിരിക്കില്ലല്ലോ. ഞങ്ങൾ പഠിച്ച് ഈ ഒരു മൂല നിയമം ഉണ്ടായി. ആ മൂല നിയമത്തിന് പിന്നീട് ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതി LDF ഗവൺമെന്റ് മൂല നിയമം കൊണ്ടുവന്നു, UDF ഗവൺമെന്റ് ഭേദഗതി കൊണ്ടുവന്നു. ആ ഭേദഗതിയും ഞങ്ങൾ എല്ലാവരും കൂടി നിയമസഭയിൽ ഇരുന്ന് പിന്നെ മുടിനാരിയുടെ ചീകിയെടുത്ത് നോക്കി ഇതാണ് ഭേദഗതി കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്ന നിയമത്തിലും ചെറുകിട കർഷകരെയും കൃഷിക്കാരെയും പിന്നെ സാധാരണക്കാരെയും ബാധിക്കാത്ത രീതിയിൽ വനത്തോട് ചേർന്ന് കിടക്കുന്ന വൻകിട തോട്ടമുടമകൾക്ക് തന്നെയാണ് കൂടുതൽ ദോഷമുണ്ടാകുന്നത്. അപ്പൊ ഇവരൊക്കെ ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ഒരു കേസ് വളരെ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വരുമരായികളെ കുറിച്ചുള്ള വാദപ്രതിവാദം നടക്കുമ്പോൾ ഇത്തരത്തിൽ ഇവർ ഏൽപ്പിക്കാത്ത ഒരു കാര്യം ജനങ്ങൾ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് എഴുതി ചേർത്ത് അതിന് പ്രാധാന്യം കൊടുത്തു വന്നു എന്ന് പറയുന്നത് തീർച്ചയായും ഹൈക്കോടതിയിലെ കേസ് ദുർബലമാക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രപരമായ ബുദ്ധിപരമായ ഒരു ഓപ്പറേഷനാണ്. ആ ഓപ്പറേഷനെ അംഗീകരിക്കാൻ കഴിയത്തില്ല. EFL നിയമം കൃത്യമായും പാവപ്പെട്ടവനെയും സാധാരണ ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ഫാദർ പോൾ തേലക്കാട്ട്, EFL നിയമത്തിൽ സഭയുടെ നിലപാട് എന്താണ്? എങ്ങനെയാണ് ഇത് ചെറുകിട കർഷകരെ ദ്രോഹിക്കുന്നത്? ഈ വിഷയത്തിൽ നേരത്തെ EFL നിയമം റദ്ദു ചെയ്യണമെന്ന് നേരത്തെ സഭ പറഞ്ഞിരുന്നില്ല. തീർച്ചയായിട്ടും ഒരു കാര്യം ഓർക്കണം, ശ്രീ പ്രതാപൻ ഇവിടെ പറഞ്ഞ കാര്യത്തോട് എനിക്കത്ര യോജിപ്പില്ല. കാരണം ഒരു കാലത്ത് MLA-മാരെല്ലാവരും കൂടി ഗൗരവമായെടുത്ത് പഠിച്ച് പാസ്സാക്കിയ ഒരു നിയമം പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ് എന്നൊരു സങ്കല്പം അത് ജനാധിപത്യപരമല്ല. അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാനും അതിലെന്തെങ്കിലും പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാനും സർക്കാർ നിയോഗിച്ച കമ്മിറ്റികൾക്കും ബാധ്യതയുണ്ട്. അവരത് ചെയ്യേണ്ടതാണ്. ചെയ്തതിൽ വലിയ ഗൂഢാലോചന ആരോപിക്കേണ്ടതില്ല. പക്ഷേ നമ്മളെല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറയുന്ന കാര്യം ചെറുകിട കർഷകർക്ക് ഇത് ഉപദ്രവകരമാകുന്നുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കണമെന്ന് തന്നെയാണല്ലോ. അതുതന്നെയാണ് ശ്രീ കൃഷ്ണപ്രസാദ് ഇവിടെ പറഞ്ഞത്. ഈ നിയമം റദ്ദാക്കണ്ട, എന്നാൽ അമെൻഡ് ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെയൊക്കെ എല്ലാവരും ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഒന്നാണ്. കാരണം ചെറുകിട കർഷകരെ ഇത് ദോഷകരമായി ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ഗൗരവമായി പരിഗണിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും സൂചിപ്പിക്കുന്നത്. അത് നമ്മൾ ഗൗരവമായിരിക്കണം. വലിയ ധനവാന്മാരെയും വലിയ ഉടമകളെയൊക്കെ ഇത് ബാധിക്കത്തക്ക വിധം ആക്കരുത് എന്ന് ശ്രീ PC സിറിയക്കും ശ്രീ ഉമ്മനും EFL നിയമം റദ്ദു ചെയ്യണം എന്ന് തന്നെയാണോ സഭയുടെ നിലപാട്? നേരത്തെ സഭ ഇത്തരത്തിലുള്ള ഒരു നിലപാട് എടുത്തിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടുത്തെ കർഷകരുടെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നുള്ളതാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ട പ്രശ്നപരിഹാരത്തിന് നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്കാർ പറയുന്നത് ഒന്നും പ്രസക്തമല്ല. അവർ ഇതിൻ്റെ മാത്രം നൈയാമികമായ ടെക്നിക്കലായിട്ട് മാത്രമേ പറയാനാവൂ എന്ന് പറയുന്നതിൽ ഒരു യുക്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഗൗരവമായി പരിഗണിക്കണം. ജനങ്ങൾ പ്രശ്നമായി ഇത് അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരിനോട് പറയാൻ കമ്മിറ്റിക്ക് ബാധ്യസ്ഥതയുണ്ട്. അതിൽ ഗൂഢാലോചന ആരോപിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ PC സിറിയക്, വയനാട് വെച്ച് ഈ കമ്മിറ്റി നടത്തിയ തെളിവെടുപ്പ് നടത്തിയ സമയത്ത് തന്നെ EFL നിയമം റദ്ദാക്കുമെന്ന് താങ്കൾ പറഞ്ഞിരുന്നു എന്ന് നേരത്തെ TN പ്രതാപൻ MLA സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെ താങ്കൾ പറഞ്ഞിരുന്നോ? TN പ്രതാപൻ MLA ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ TN പ്രതാപൻ MLA, ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമോ താങ്കൾ? തീർച്ചയായും ഈ വിഷയം നിയമസഭയിൽ ചർച്ചയ്ക്ക് വരുന്ന സന്ദർഭത്തിൽ നിയമസഭയിൽ ഉന്നയിക്കും. കാരണം കേരള നിയമസഭ പാസാക്കിയ ഒരു നിയമമാണ്. ആ നിയമത്തിന് ആവശ്യമായ ഭേദഗതി UDF തന്നെ കൊണ്ടുവന്നു. ആ ഭേദഗതിയിൽ ഇനി എന്തെങ്കിലും പാവപ്പെട്ട ചെറുകിട കൃഷിക്കാരെ ബാധിക്കുന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഭേദഗതി നിർദ്ദേശിക്കാം. അതിനൊന്നും ഞങ്ങൾ ആരും വിമർശിക്കത്തില്ല. ഭേദഗതിക്ക് പകരം നിയമം റദ്ദാക്കണമെന്ന് പറഞ്ഞ് ആ റിപ്പോർട്ട് അംഗീകരിച്ചാൽ, നിയമം റദ്ദാക്കണം എന്നുള്ളൊരു റിപ്പോർട്ട് ആ വാചകം അംഗീകരിച്ചാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എന്നാൽ അച്ഛൻ കൂടെ പറഞ്ഞത്, അച്ഛന്റെ വിശ്വാസം അച്ഛനെ രക്ഷിക്കട്ടെ, ആമീൻ. അച്ഛൻ പറഞ്ഞതിനെ സ്വാഗതം ചെയ്യുന്നു. ഏതെങ്കിലും രീതിയിൽ ചെറുകിട കൃഷിക്കാരെ ബാധിക്കുന്ന, നാമമാത്ര കൃഷിക്കാരെ ബാധിക്കുന്ന ഏത് വിഷയമുണ്ടെങ്കിലും അതിനൊരു നിയമം ഭേദഗതി കൊണ്ടുവരുന്നത് ഞങ്ങൾ എതിരല്ല. ഒരു നിയമവും ഇരുമ്പോഴൊക്കെ ആയി ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല. നിയമം ഇരുമ്പോഴൊക്കെയല്ല, നിയമ മാറ്റത്തിന് വിധേയമാകേണ്ടതാണ്. കാലോചിതമായ മാറ്റത്തിന്, പരിഷ്കാരത്തിന് വിധേയമാകണം. അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു നിയമം റദ്ദാക്കണം എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല. അതൊരിക്കലും നിയമസഭയോടുള്ള അവഗണന തന്നെ. വളരെ നന്ദി ശ്രീ TN പ്രതാപൻ MLA ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. CPM നേതാവ് P കൃഷ്ണപ്രസാദ് ടെലിഫോൺ ലൈനിലുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. P കൃഷ്ണപ്രസാദ്, ഈ വിഷയത്തിൽ ഇന്നത്തെ ഉമ്മൻ വി ഉമ്മൻ കമ്മിറ്റിയുടെ ശുപാർശയുടെ പിന്നിൽ വലിയൊരു ഗൂഢാലോചനയുണ്ട് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. താങ്കൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ?
വൻകിട മുതലാളിമാർക്ക് വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയാണോ ഇത്? യാതൊരു ഗൂഢാലോചനയും എന്ന രൂപത്തിലുള്ള സിദ്ധാന്തം ഇവിടെ ഉന്നയിക്കേണ്ടതില്ല. ശ്രീ പ്രതാപനെ പോലുള്ള ആളുകൾ ഇവിടെ നിൽക്കുന്നത് കർഷക വിരുദ്ധ നിലപാടെടുത്തുകൊണ്ടാണ്. ഈ കസ്തൂരംഗൻ റിപ്പോർട്ടിലും വെസ്റ്റേൺ ഘാട്ട് അല്ലെങ്കിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിലുമുള്ള കർഷക ദ്രോഹകരമായ നയങ്ങൾ നടപ്പിലാക്കണമെന്ന് വാദിക്കുന്നയാളാണ് പ്രതാപനും അതുപോലെ തന്നെ ഈ സതീശനും ഒക്കെ ഉൾപ്പെടെയുള്ള ഹരിത MLA മാർ എന്ന് പറയുന്ന യുവ നേതാക്കന്മാർ. അവർ കർഷകരുടെ വികാരം മനസ്സിലാക്കുന്നില്ല. അവർക്ക് വലിയ മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിന് മാത്രമേ ശ്രീ ഉമ്മന്റെ ഇത് റദ്ദാക്കണമെന്ന ശുപാർശ ഉപകരിക്കുകയുള്ളൂ. അതായത് കസ്തൂരംഗനെതിരായിട്ട് കർഷകർ നടത്തുന്ന സമരത്തെ അത് മാഫിയകൾക്ക്, ലാൻഡ് മാഫിയകൾക്കും വൻകിട തോട്ട ഉടമകൾക്കും ഖനി ഉടമകൾക്കും വേണ്ടി നടത്തുന്ന സമരമാണെന്ന് ചിത്രീകരിക്കുന്നവർക്ക് ഒരു പിന്തുണ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഉമ്മൻ ഈ EFL നിയമം റദ്ദാക്കണമെന്ന് പറയുമ്പോൾ ലഭ്യമാകുന്ന സാഹചര്യം. അമെൻഡ് ചെയ്യണമെന്ന് പറയുന്നതിനോട് ഇപ്പൊ എല്ലാവരും യോജിച്ചല്ലോ. റാവന് യോജിച്ചല്ലോ. ഫാദർ പോൾ തേലക്കാട്ട് അത് ചൂണ്ടിക്കാണിച്ചല്ലോ. ചെറുകിട കൃഷിക്കാരെ ബാധിക്കാത്ത വിധത്തിൽ EFL നിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാം. അതിന് ഇടതുപക്ഷം പിന്തുണയ്ക്കുന്നു. എന്നാൽ അത് റദ്ദാക്കാൻ പറയാൻ പാടില്ല. പ്രധാനപ്പെട്ട ആളുകൾ കർഷക ദ്രോഹ നിലപാട് മാത്രമാണ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ നിലപാടിന്റെയും ഗൂഢാലോചന സിദ്ധാന്തത്തിന് പിന്നിൽ അദ്ദേഹത്തിന് മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചന മാത്രമാണുള്ളത്. LDF സർക്കാർ കൊണ്ടുവന്നതാണ് EFL നിയമം. EFL നിയമം ഒരു പക്ഷേ ബാധിക്കുക, EFL നിയമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളിൽ പലതും വൻകിട മുതലാളിമാർക്ക് അനുകൂലമായ പ്രതികൂലമായ വരാം. ഇത് ഒഴിവാക്കണം അല്ലെങ്കിൽ ഇത് റദ്ദു ചെയ്യണം എന്ന് തന്നെയാണോ UDF സർക്കാരും ലക്ഷ്യമിടുന്നത്? അങ്ങനെ ഒരു സംശയം താങ്കൾക്കുണ്ടോ? തീർച്ചയായും UDF എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ഏജന്റുമാരുടെയും ദല്ലാളുകളുടെയും ഒരു സംഘമാണ്. അതിന്റെ പിന്നിൽ വൻകിടക്കാരായ ഖനി ഉടമകളുണ്ട്, അതുപോലെ തന്നെ വൻകിട തോട്ട ഉടമകളുണ്ട്. അവരുടെ താല്പര്യമാണ് ശ്രീ സിറിയക്കിനെ പോലുള്ളവർ ദൗർഭാഗ്യവശാൽ ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ അവർ സ്വയം ലജ്ജ തോന്നി ആ നിർദ്ദേശം പിൻവലിക്കേണ്ടതാണ്. ഒരു ബഹുജന പ്രക്ഷോഭത്തെ ആകെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സമീപനം മാത്രമേ ഈ നിർദ്ദേശത്തിലൂടെ ഉണ്ടാവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇടതുപക്ഷം വളരെ കൃത്യമായി പറയുന്നത് ഇത് വൻകിടക്കാരായിട്ടുള്ള തോട്ട ഉടമകളെ സഹായിക്കാൻ വേണ്ടി ശ്രീ ഉമ്മന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെ കൊണ്ട് പറഞ്ഞിരിക്കുന്ന ഒരു നിർദ്ദേശമാണ്. അത് ലജ്ജാകരമാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അത് സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കണം. അവർ വൻകിടക്കാരോടൊപ്പമാണോ അല്ല സാധാരണക്കാരായ കൃഷിക്കാരോടൊപ്പമാണോ എന്ന് വ്യക്തമാക്കണം. സാധാരണക്കാരുടെ കൃഷിക്കാരോടൊപ്പമാണെങ്കിൽ അവർ ചെയ്യേണ്ടത് EFL നിയമത്തിൽ ഭേദഗതി വരുന്നത്. പ്രതികരിച്ചതിന് ഫാദർ പോൾ തേലക്കാട്ട് താങ്കൾക്ക് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും സഭയുടെ ഏറ്റവും വലിയ കാര്യം ഈ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ വസിക്കുന്ന ജനങ്ങളുടെ പ്രശ്നമാണ്. ആ ജനങ്ങൾ സാധാരണ കൃഷിക്കാരാണ്. അവർ വൻകിട മുതലാളിമാരല്ല. ഇവിടെ സാധാരണ കൃഷിക്കാരുടെ ആവശ്യങ്ങളും അവരുടെ പരാധീനതകളും പരിഹരിച്ച് തന്നെ ഇത് നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കണം. അത് പരിഹരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ മാത്രമാണ് ഈ ഹ്യൂമൻ സമർപ്പിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. അത് പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളത് സർക്കാർ ഗൗരവമായി എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വളരെ നന്ദി ഫാദർ പോൾ തേലക്കാട്ട്, ഒപ്പം TN പ്രതാപൻ MLA, P കൃഷ്ണപ്രസാദ്, PC സിറിയക് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇതോടെ ന്യൂസ് 1 മിഡിൽ ഈസ്റ്റ് ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.